ഹായ് ഫ്രണ്ട്സ്, സുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിട്ടാണ് വിശേഷ ദിവസം? ഇന്ന് ചെറിയ കുഞ്ഞു കല്യാണം. ഞങ്ങള് വലിയ ആഘോഷമായിട്ട് നടത്തുന്നില്ല, ഞങ്ങള് മാത്രം. ആരോട് പറയണെന്നൊക്കെ ചോദിച്ചതാ, പക്ഷെ ഇവര് സമ്മതിച്ചില്ല. ഞങ്ങള് ക്ഷണിക്കാണ്ട് വന്നതാട്ടാ. ശരിക്ക് നീലേരെ അമ്മ ഇവളാണ്. ഇന്ന് ചടങ്ങൊക്കെ ചെയ്തത് നീ അല്ലേ? തന്നൂരോളം ഞാൻ ചെയ്യാൻ പറ്റിയില്ല, കാരണം വിശേഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാല്ലേ? ഇന്നിലെ കാണിക്കുന്നില്ല കേട്ടാ. നമ്മളിന്ന് എന്തിട്ട് ഫസ്റ്റ് ചടങ്ങ് ചെയ്യാൻ പോണു? ഇപ്പൊ എണ്ണ തലയില് ഒഴിച്ചിട്ട് മഞ്ഞളൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാൻ നമ്മള് മാത്രമല്ലോ കേട്ടോ, നമ്മള് ആളും ബഹളൊന്നും ഇല്ല. ഞങ്ങള് ഫാമിലി മാത്രമല്ലോ. വലിയ ഫംഗ്ഷൻ ആയിട്ട് ഇഷ്ടമില്ല. ഞങ്ങള് നല്ല രീതിയില് ഭയങ്കര വലിയ ഫംഗ്ഷനായി നടത്താന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നീല സമ്മതിക്കാത്തത് കൊണ്ട് ഒരു നിലയ്ക്ക് സമ്മതിക്കില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തായാലും വരും, ഞങ്ങള് ചെയ്യാൻ വിചാരിച്ചു. നമുക്ക് തുടങ്ങാല്ലേ? എന്തൊരു പരിപാടി? നിലയുടെ വിഴി പറഞ്ഞേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചടങ്ങുകളൊക്കെ ചെയ്യാട്ടെ. നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചടങ്ങുകൾ ചെയ്യണമെന്നുള്ളൂ. ഇങ്ങനെയാണോ കൃത്യമായിട്ട് ചെയ്യാമെന്നറിയില്ല കേട്ടോ. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യണേട്ടാ. പിന്നെ രണ്ടെണ്ണം ഇവിടെ ഇരട്ട വെട്ട പോലെ രണ്ടുപേരും എപ്പോഴെപ്പോഴും പാപ്പന്റെ മോനായിട്ട് സിദ്ധനായിട്ടാ. ഏത് നേരം ഒരുമിച്ചൊക്കെ എടുക്കുള്ളൂ. ഓളെ എത്രയാ? ഹാ, എന്നാ അപ്പം അച്ഛനാണ് എത്തിയിട്ടില്ല, ഒരു കുറച്ച് കഴിയുമ്പോൾ വരും. വേറെ പരിപാടി ഉള്ള കാരണം വന്നില്ല കേട്ടാ. പിന്നെ നവീൻ ചേട്ടനും അതേ വരാൻ പറ്റിയില്ല. പിന്നെ നമ്മളും പിന്നെ അപ്പുറത്ത് അവരുടെ വല്യച്ഛന്മാരുടെ അവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ പരിപാടിയാണ്. നമ്മൾ കുറേ പേരൊന്നും വിളിച്ചില്ല. വിളിക്കാനെന്ന് വെച്ചാൽ കുറേ പേരുണ്ടാവും. അപ്പോൾ അതൊരു വലിയ പരിപാടിയാവും. നീലയ്ക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഇങ്ങനെ നടത്തി. പ്ലാവിൻ്റെ അല്ല ഒരെണ്ണം മതിയോ? ഹായ് വേദ. നിലായി വേദര ഡ്രസ് അടിപൊളിയായിണ്ടല്ലോ. ഫ്രണ്ട്സ്, നിലേനെ മാത്രം ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടാ. ആമി, പിന്നെ പറയ്. അച്ചൂട്ടൻ വാമി എന്നാണ് പറയട്ടാ. വാമി അച്ചൂട്ടൻ. മെഹന്തി ആരേട്ടെന്ന് പറഞ്ഞേ? നോട്ടെ കുമ്മനെ നോക്കട്ടെ. കുമ്മ ഹായ്. മാമ വന്നു. ഹലോ. എന്നിട്ട് രണ്ടെണ്ണോ കളിക്കണ്? നോട്ടെ മുല്ലപ്പൂ കിട്ടിയടി. കുട്ടീനെ ഇതുവരെ കാണിച്ചിട്ടില്ലേട്ടാ. കുട്ടീനെ കാണിക്കല്ല, ഇരുത്തുമ്പോ കാണിക്കല്ലേ? മണപ്പിക്കാൻ പാടില്ല. എന്ത് കഷ്ടം കാണിച്ചേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കുളിപ്പിക്കാനായിട്ട് എണ്ണ ഒഴിക്കലുള്ള ചടങ്ങാട്ടെ. എനിക്ക് ഈ ചടങ്ങുകളൊന്നും അറിയില്ല, കാരണം എൻ്റെ ഒന്നും നടത്തിയിട്ടില്ല. ചേച്ചിയുടെ നടത്തിയിരുന്നു. പിന്നെ കുറേ പിള്ളേരുള്ള കാരണം നമ്മുടെ നടത്താനായിട്ട് എല്ലാവരും നടത്താൻ പറ്റില്ലല്ലോ. പിന്നെ തനുവിൻ്റെ നടത്തിയപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ എനിക്ക് വരാനും പറ്റിയില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഫസ്റ്റ് വീക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നീലയുടെ ഫംഗ്ഷനായിട്ട് കാണുന്നത്. പിന്നെ ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് മുത്തേച്ചാട്ടോ. അപ്പോൾ അവളാണ് ഓരോന്ന് പറഞ്ഞാൽ എല്ലാതും ചെയ്തതും. മിഴി ഓരോ ചടങ്ങുകൾ നോക്കിയിരിക്കായിരുന്നു കേട്ടോ. എല്ലാം നോക്കിയിരുന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നീലയുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാറായിട്ട്. അപ്പോൾ കുളിക്കണേക്കാൾ മുമ്പ് തലയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതാണ് ആദ്യം. അപ്പോൾ അവളുടെ അമ്മ ഇന്ത്യയാണ് ഫസ്റ്റ് എണ്ണ ഒഴിച്ച് കൊടുക്കണത്. ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നീലയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാരണം ഇരിക്കണമെന്ന് മാത്രം.
അപ്പോൾ ഇതാണ് അവളുടെ ഒരു ആങ്ങള. അപ്പോൾ അവനാണ് ചടങ്ങുകളൊക്കെ ചെയ്തത് കേട്ടോ. അവളുടെ വലിയച്ഛൻ്റെ മോനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആങ്ങള നമ്മുടെ വസ്സ് ഒഴിച്ചു. അങ്ങനെ ഓരോരുത്തർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ചടങ്ങുകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ചടങ്ങുകളൊക്കെ. ഇങ്ങനെ അല്ല ഇങ്ങനെയൊക്കെ നടത്താം. നമ്മളിപ്പോൾ വലിയ സദ്യ കഴിച്ച് നടത്തിയില്ലെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചടങ്ങുകളും ചെയ്യണമെന്ന് തോന്നുക കേട്ടോ. നല്ല ചടങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മിഴിയും കുമ്മനും അവിടെ ഭയങ്കര സെറ്റായിരുന്നു. അവർ ഭയങ്കര ടീമായിട്ട് 2 പേരും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. മിഴിയാണ് ഫുൾ ടൈം ചേച്ചിയുടെ അടുത്തൊന്നും പോകണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളതൊക്കെ അതൊക്കെ ചെയ്യണം. ആളെ കൊണ്ട് എന്നിട്ട് ഒഴിച്ച് കുടിപ്പിച്ചു കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ തലയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാതും എടുത്തില്ല, അത് കാരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾ തേക്കാണ് കേട്ടോ. ആൾക്ക് തീരെ താല്പര്യമില്ല. മഞ്ഞളൊക്കെ തേക്കുമ്പോൾ മുഖമൊക്കെ ഭയങ്കര ഇതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾ തേക്കാണ്. ഈ കുഞ്ഞിക്കല്യാണം വലിയ കുട്ടിയാവുന്നത് നീലയായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ പിള്ളേരും വേഗം ആവണ കാരണം വേഗം ആവുമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്നായിരുന്ന പോലെ തോന്നുന്നത്. നീല ഇപ്പോൾ 6ാം ക്ലാസ് കഴിഞ്ഞ് 7ലേക്ക് ആവണല്ലോ. ഇത് പാരമ്പര്യമാണ്. കാരണം ഞങ്ങളെല്ലാവരും സമയത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആവാറെന്നാണ് കേട്ടോക്കണത്. പാരമ്പര്യം അനുസരിച്ചിട്ടാണ് ഓരോ സമയത്ത് തന്നെ പിള്ളേർ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ആവാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിത് എന്താ പറയുക, വലിയ നമ്മൾക്കറിയാലോ ഇപ്പോൾ പീരിയഡ്സ് ആവുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് കിടാങ്ങളിപ്പോൾ ഈ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ ആവണമെന്ന് എനിക്ക് തീരെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. ഞാനൊരു 9ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ആവണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. നമുക്കിപ്പോഴും വലുതായിട്ടൊന്നുമില്ല. ഇങ്ങനൊരു ബുദ്ധിമുട്ട് എൻ്റെ മോള് ഇത്രയും ചെറുപ്പത്തിൽ ആലോചിക്കുമ്പോൾ ഒരു വിഷമം. എന്നാലും ഇതൊക്കെ ഒരു സംഭവിച്ചേ പറ്റൂല്ലോ. അപ്പോൾ അങ്ങനെ ആവട്ടെ. അപ്പോൾ അവളെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടാണ്. പിന്നെ കുളിച്ച് യാത്രയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മുമ്പിൽ ഇങ്ങനെ സ്വീറ്റ്സ് കൊടുക്കും. സ്വീറ്റ്സും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും അത് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളെല്ലാതും ഇങ്ങനെ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടാ. അതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. ഇങ്ങനെ വീടിന് ചുറ്റും പോയിട്ട് തെങ്ങ് നോക്കണത് ഒരു ചടങ്ങുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അത് കാരണം ഞാനിങ്ങനെ വിശദമായിട്ട് വലിയ കാര്യത്തിൽ പറയണില്ല. കാരണം അറിയാണ്ട് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. തെങ്ങ് നോക്കും. എന്തോ ഇങ്ങനെ കൊലച്ച് നിൽക്കണ ഒരു നല്ലൊരു തെങ്ങ് ഇങ്ങനെ നോക്കുമെന്ന് പറയും. ആങ്ങളെ കുട പിടിച്ചിട്ട് പോവും. അപ്പം അതിനായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. തലയിൽ ഇതേപോലെ ഇങ്ങനെ മുണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഫ്രണ്ടിൽ കൂടെ പോവും. അത് കഴിഞ്ഞിട്ട് ആങ്ങളെ നമ്മുടെ കുട്ടിക്ക് കുട ചൂടി കൊടുത്തിട്ട് ഇങ്ങനെ വീടിന് ചുറ്റും പോണതാണ് കേട്ടോ. അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടീനെ നമ്മൾ മേക്കപ്പ് ചെയ്യാണ്. നമ്മൾ പുതിയതായിട്ട് ഡ്രസ്സും അതേപോലത്തെ ഓർണമെൻറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല സുന്ദരിയൊക്കെയാണ്. മേടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചീനെ എങ്ങനെ ഒരുക്കിയാലും പോരാന്നുള്ള ലെവലായിരുന്നു. ആൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ മാല ഇട്ട് കൊടുക്കൽ, അത് ഇട്ട് കൊടുക്കൽ, അങ്ങനെ ഇട്ട് കൊടുക്കലായിരുന്നു കേട്ടോ. മെഴി എല്ലാതും അവൾക്ക് ചെയ്യണമെന്നായിരുന്നു. അവൾ ചേച്ചിയുടെ അടുത്തുനിന്ന് പോകണേ ഉണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ നമ്മൾ ഫംഗ്ഷൻ അധികം എല്ലാവരും വിളിച്ചില്ലെങ്കിലും ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ അറിയുമ്പോൾ ഇങ്ങനെ അവിടെ അടുത്തുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നിലയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നിലയ്ക്ക് കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ചപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ഡ്രസ്സും നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളായിരുന്നു. ഡ്രസ്സാണ് കൂടുതൽ കിട്ടിയത്. നോക്കട്ടെ പോനാ ഇപ്പഴല്ല അയ്യോ എന്നെ പോലടല്ലേ. അപ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി നമ്മുടെ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പേരെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിലയുടെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് പറയാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ചതല്ല, നമ്മളപ്പുറത്ത് ഇവരുടെ തന്നെ ബന്ധുക്കളെ വലിയച്ഛൻ്റെ വീട്ടിൽ അവർക്ക് കാറ്ററിംഗ് ഉണ്ട്, സന്ധ്യച്ചിയിലൊക്കെ. അപ്പോൾ അവിടെ നിന്നാട്ട ഫുഡ് പറയാതിരിക്കാൻ വയ്യാട്ടോ. നല്ല ഫുഡായിരുന്നു. ബിരിയാണി, ചിക്കൻ എല്ലാതും നല്ല രസമുണ്ടായിരുന്നു. ഞാനൊക്കെ കുറേ കഴിച്ചു. കുറേ നാൾ ശേഷമാണ് ഇത്രയൊക്കെ ബിരിയാണി കഴിച്ചിട്ട്. നല്ല രസമുണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ അവിടെ നിന്നാട്ട ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും ഫുഡ് വിളമ്പണ്ട ഒക്കെ തിരക്കില്ല. മേക്ക് അതൊക്കെ കണ്ടിട്ട് കഴിക്കുന്നില്ല, വെറുതെ ടേസ്റ്റ് നോക്കാൻ. അപ്പോഴാണ് മാമൻ വന്നത് കേട്ടോ. മാമൻ കുറച്ച് ലേറ്റായി, അവിടെ കുറച്ച് പരിപാടികളുള്ള കാരണം. അപ്പോൾ മാമൻ വന്നപ്പോൾ സ്നേഹപ്രകടനമൊക്കെയാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പോയി. കുറച്ച് നേരം അങ്ങനെയൊക്കെ പോയിട്ടാ. നമ്മൾ പിന്നെ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പറ്റിയ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെയാവുമെന്ന് അറിയില്ല, വരുമോ ഇല്ലയെന്ന് അറിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്നുള്ളൊരു ചേഞ്ചില്ലേ, പെട്ടെന്ന് സ്ഥലം മാറി. ഞങ്ങൾ വൈമാൾ വരെ പോയതാണ്. ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. വൈമാളിലേക്കും പോകണം, കടലിലേക്കും പോകണമായിരുന്നു. നേരെ വെച്ചാൽ വൈകിയിരുന്നു, 5:30 സമയമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ വൈമാൾ വേഗം പോയി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പോയത്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ആ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് വേഗം കടലിലേക്ക് വന്നപ്പോഴേക്കും കടലിലേക്ക് പോയി സ്നേഹതീർത്ഥിക്ക് കേട്ടാ. അപ്പോൾ പോയപ്പോഴേക്കും ലേറ്റായി. കുറേ നാളായി ഞാൻ കടലിൽ കളിക്കണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ അധികം അങ്ങനെ കളിക്കാൻ പറ്റിയില്ല. നല്ലോണം ലേറ്റായ കാരണം നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം പക്ഷേ ആ നൈറ്റ് ഒരു വ്യൂവും അതേ സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ഒരു ഇത് ആസ്വദിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ പിള്ളേർ കളിച്ചു കേട്ടോ. എത്ര രാത്രിയിലും അവർക്ക് കടലൊക്കെ കണ്ടാൽ കളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവർ മാത്രമല്ല ഞങ്ങളും. അപ്പോൾ അവരൊക്കെ കുറച്ച് നേരമൊക്കെ കളിച്ചു, എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പട്ടം വാങ്ങിച്ചു കേട്ടോ. കുറച്ച് സമയം നമ്മൾ പട്ടം പറത്തി കളിക്കുകയായിരുന്നു.
നമ്മൾ 2 വട്ടം വാങ്ങിച്ചു. ഒരു വട്ടം നമ്മുടെ പൊട്ടിപ്പോയി, ഒരു വട്ടം നമ്മൾ അവിടെ ഉപേക്ഷിച്ച് പോന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.